തിരുവനന്തപുരത്തെ വിതുര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വിതരണം ചെയ്ത ഗുളികയ്ക്കുള്ളിൽ മുട്ടുസൂചി കെട്ടിയെന്ന പരാതി വ്യാജമെന്ന് ആരോഗ്യവകുപ്പ്. മുട്ടുസൂചിയുടെ ഇരുവശവും തുരുമ്പെടുത്തെന്നും ഗുളികയിൽ നിന്ന് കിട്ടിയ നിലയിലല്ല എന്നും ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടിലുണ്ട്. വിഷയത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ DGPക്ക് പരാതി നൽകി. എന്റെ ദൈവമേ. തിരുവനന്തപുരം മേമല സ്വദേശിനി വസന്തയാണ് വിതുര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് നൽകിയ ഗുളികയിൽ മുട്ടുസൂചി കിട്ടിയെന്ന പരാതിയുമായി രംഗത്തെത്തിയത്. ശ്വാസം മുട്ടലിന് നൽകിയ മരുന്ന് തുറന്നപ്പോഴാണ് സൂചി കണ്ടെത്തിയതെന്നും പരാതിക്കാരി ആരോപിച്ചു. 2 നേരം കഴിക്കാനുള്ള ഗുളികയായിരുന്നു. അപ്പോൾ വൈകുന്നേരം കഴിക്കണമെങ്കിൽ ആ ഗുളിക ഞാൻ പൊട്ടിച്ച് വെച്ചപ്പോൾ അത് എടുത്തപ്പോൾ പൊടി കുറവുപോലെ എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അതിന് ഒന്ന് ഞെരടി നോക്കിയപ്പോൾ അതിൽ കമ്പ് പോലെ കൊള്ളണമുണ്ട്. ഞാൻ എൻ്റെ അടപ്പ് വലിച്ചു ഊരിയപ്പം അത് നോക്കിയപ്പോൾ അതിലൊരു ഇരുമ്പ് തുണ്ടാണ്, ഈ മുള്ളാണി പോലത്തെ ഒരു ആയുധങ്ങൾ. എന്നാൽ പരാതിക്കാരുടെ ആരോപണങ്ങളെ ആരോഗ്യവകുപ്പ് തള്ളി. പരാതിക്ക് പിന്നാലെ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ K. ഷിനുവും സംഘവും മുട്ടുസൂചി പരിശോധിച്ചു. പേപ്പറിൽ കുത്തിവെച്ചതുപോലെ മുട്ടുസൂചിയുടെ 2 അറ്റവും തുരുമ്പെടുത്ത നിലയിലാണ് കണ്ടെത്തിയതെന്ന് ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട്. നൽകിയ ഗുളികയുടെ ഘടനയ്ക്കും ഗുണനിലവാരത്തിനും വ്യത്യാസമില്ല. ഇതേ ബാച്ചിലുള്ള മറ്റു ഗുളികകൾക്കും പ്രശ്നമില്ല തുടങ്ങിയവയാണ് റിപ്പോർട്ടിലെ മറ്റ് കണ്ടെത്തലുകൾ. ഗുളിക കഴിച്ച ശേഷം അസ്വസ്ഥത അനുഭവപ്പെട്ടെന്നാരോപിച്ച വീട്ടമ്മയുടെ എക്സ്റേ പരിശോധനാ ഫലത്തിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയില്ല. ഇതിനു പിന്നാലെയാണ് ആരോഗ്യവകുപ്പ് നിയമ നടപടിക്കൊരുങ്ങുന്നത്. അന്വേഷണം ആവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർ DGPക്ക് പരാതി നൽകി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.